നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ചെയ്യുക, അത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ഒരു ലൈവിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാം. ഏത് സാഹചര്യത്തിലും ലൈവൊക്കെ ഇടാം, ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പോ ഒരുപാട് മതപണ്ഡിതന്മാര് ഇസ്ലാം തളരുന്നു എന്ന് പറഞ്ഞ് കരയുക. ഓരോ മുസ്ലിം പുരോഹിതന്മാരുടെ വീടുകളിലും ഓരോ യുക്തിവാദികൾ പിറവിയെടുക്കുന്നു. മോനെ, ഓരോ മുസ്ലിം പുരോഹിതന്മാരുടെ വീടുകളിൽ നിന്നും മതനിരാസം ഉടലെടുക്കുകയാണ്. ഓരോ എക്സ് മുസ്ലിങ്ങൾ പിറവി എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ വരുമല്ലെങ്കിലും ഒരു വലിയ ഹാഫിളായിട്ടുള്ള ഒരു പണ്ഡിതനാണ്, തിരുവനന്തപുരം ജില്ലയിലെ പാളയം പള്ളിയിലൊക്കെ ഇമാമായിട്ടിരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ സിനിമാ ഫീൽഡിൽ സജീവമായി നിൽക്കുന്നത്. കത്തിപ്പടരുവാണിപ്പോൾ യുക്തി ചിന്ത. കാരണം അവർക്ക് ഈ വരുന്ന കാലഘട്ടങ്ങളിലെ ആളുകൾക്കൊന്നും 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമവും ഗോത്ര പുസ്തകത്തിന്റെ വിജ്ഞാനവും ഒന്നും പറഞ്ഞാൽ ഇതാരെഴുതി, ഇതിനൊന്നും വിശ്വാസ്യതയില്ല. ഇതൊക്കെ നമ്മൾ കേട്ട് 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 ശരി കേട്ട് പിന്നെ അടുത്ത ആളിലേക്ക് കൊടുത്ത് അങ്ങനെ ഫോളോ ചെയ്തു വരുന്നതാ. ഇപ്പോ ജിഹാദികൾ തൊട്ട് മൗലവിമാർ വരെ ഇസ്ലാം വലിച്ചെറിയുക. സൗദിയില് 2 വർഷങ്ങൾക്ക് മുമ്പ് 75 ലക്ഷം അവിശ്വാസികൾ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇറാനില് 60% ആളുകൾ മതം ഉപേക്ഷിച്ചവർ. സൗദി പോലെയുള്ള രാജ്യത്ത് മതം ഉപേക്ഷിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, തല പോകും. എന്നിട്ട് പോലും ജീവിച്ചാലും ധൈര്യമായി, മരിച്ചാലും ധീരമായി എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇറാനില് 60% ആളുകൾക്ക് നോമ്പുമില്ല, നമസ്കാരവുമില്ല. മതം വിട്ടവരെ കൊല്ലണം എന്ന ശാസനയുള്ള രാജ്യങ്ങളാണ് ഇത് രണ്ടും. എന്നിട്ട് പോലും മതം ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോ ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ അവസ്ഥ പ്രത്യേകിച്ച് പറയാനുണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിരവധി ആളുകൾ, അനവധി ആളുകൾ ഈ മതം എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കല് ഒരു പയ്യൻ ഇസ്ലാം മതത്തിൽ ഒരു ഹിന്ദു പെണ്ണിനെ വിവാഹം കഴിച്ചു. അപ്പൊ ആ പയ്യനോട് ചോദിച്ചു, അല്ല പെണ്ണിനെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ ചോദിച്ചു, എന്ത് ഡാഷനാണ്. പിന്നീട് കാക്കാമാരെല്ലാം കൂടി അവനെ ഒരുപാട് മെക്കിട്ട്, അവൻ വളരെ എക്സ്ട്രാ ബോൾഡായിട്ട് നിന്ന്, എന്ത് ഡാഷനാണ് മാറ്റുന്നത്, അവരവരുടെ മതത്തിൽ ജീവിച്ചോട്ടെ, എനിക്ക് മതം ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല, അതിനിപ്പോൾ എന്താ പ്രശ്നം. അലിയാർ കാസിമി കരയുന്നു, മതം ഒരുപാട് ആളുകൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. MM അക്ബർ കരയുന്നു, മുജാഹിദ് ബാലുശ്ശേരി കരയുന്നു, ഒരു ഭാഗത്ത് മുനീർ ഹുദവി കരയുന്നു, മറുഭാഗത്ത് റഹ്മത്തുള്ള കാസ്മി മൂത്തേടം കരയുന്നു. അയ്യോ, ഞങ്ങളുടെ മതം ഇതാ തകർന്നുകൊണ്ടിരിക്കുവാണ്, ഞങ്ങളുടെ മതം പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഹഫ്സ, ഞാൻ ടീച്ചറുടെ ഫാനാട്ടോ. അയ്യോ, വീട്ടുകാരും അറിയണ്ട കേട്ടാ. നോക്കിക്കോ. അപ്പോ മതം ഉപേക്ഷിക്കുന്ന ആളുകൾ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കിക്കോ, വെറുതെ പറയുവാണോ അല്ലേ? അയ്യോ അതല്ല, എന്തുകൊണ്ടാണ് മതം ഉപേക്ഷിക്കുന്ന ആളുകൾ വർദ്ധിക്കുന്നത്? ശരിയാണോ ആ വാർത്ത? ചെറുപ്പക്കാരുടെ ഭാവി ഞാൻ തുലച്ചു. IS നശിക്കണം. ഇസ്ലാം മതത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മതപ്രഭാഷകനും IS അനുകൂലിയുമായിരുന്ന മൂസ സെറന്റോണിയോ ജയിലിൽ കിടക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരുപാട് ആളുകളെ തീവ്രമായി പ്രഭാഷണങ്ങൾ നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് സെറന്റോണിയോ. അദ്ദേഹത്തെ ഒടുവിൽ ജയിലിൽ പിടിച്ചിടുമ്പോൾ ചില പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുന്നു. ആ പുസ്തകങ്ങളിൽ ഒന്ന് ഒരു ഖുർആൻ പരിഭാഷയായിരുന്നു. ആ ഖുർആൻ പരിഭാഷ ആ മനുഷ്യന്റെ ജീവിതം മാറ്റിമറിച്ചു. ഖുർആൻ വായിച്ചത് അതിലെ കാര്യങ്ങളെല്ലാം കോപ്പിയടിയാണെന്നും മനസ്സിലായതും ഖുർആൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെന്നും മൂസ വെളിപ്പെടുത്തി.
എത്ര പേരുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു. ഏറെ വൈകിപ്പോയി എന്നും കുറ്റബോധം താങ്ങാനാകുന്നില്ലെന്നും മൂസ. സിറിയയിലെ ജിഹാദി ഭീകര സംഘടനയിൽ ചേരാൻ യുവാക്കളെ പ്രേരിപ്പിച്ചത് മുൻ ഓസ്ട്രേലിയൻ മതപ്രഭാഷകനായിരുന്ന മൂസ സെറന്റോണിയോ ആയിരുന്നു. ഇപ്പോഴിതാ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ കാരണം വിവരിക്കുകയാണ് മൂസ സെറന്റോണിയോ. ജയിലിൽ നിന്നും എഴുതിയ ഒരു കത്താണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഈ കത്തിലൂടെയാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കാനുള്ള കാരണം മൂസ വിവരിക്കുന്നത്. IS നശിക്കണമെന്നും ലോകത്തു നിന്നും തുടച്ചു നീക്കണമെന്നും സെറന്റോണിയോ പറയുന്നു. നിരവധി യുവാക്കളുടെ ഭാവിയാണ് താൻ തകർത്തതെന്നും മൂസ പറഞ്ഞു. ഖുറാൻ ദൈവിക പ്രചോദനമല്ലെന്നും സാങ്കല്പിക വിവരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും മൂസ ഒരാൾ വന്ന് പറഞ്ഞിരിക്കുകയാണ്, ടീച്ചർ എന്നെ ചീത്ത പറയരുത്, എനിക്ക് 3 കൊല്ലമായി ഭയങ്കര ഇഷ്ടമാണ്. ഡുവാഡ് എൻഡറോറൈസസ്. ഞാൻ ആരെയും അനാവശ്യമായിട്ട് ചീത്ത പറയാറില്ല സുഹൃത്തെ. ഞാൻ എപ്പോഴെങ്കിലും ചീത്ത പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ അവൻ്റെ തന്തയുടെ തന്തയ്ക്ക് പറയും. അത് നമ്മൾ മലയാളികളല്ലേ, നമ്മൾ അത്തരം ഒരു പ്രോപ്പർ ഗൈഡൻസിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. ഒരാൾ അടിച്ചാൽ തിരിച്ചടിക്കും. ആരാടാന്ന് ചോദിച്ചാൽ നീ ഏതാടാന്ന് ചോദിക്കും. അത് നമ്മുടെ ഒരു റിയാക്ഷൻ പവറാണ്. ഒരു പക്ഷേ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ജനറ്റിക്കായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചടിക്കുക. അല്ലാതെ അനാവശ്യമായിട്ടൊന്നും ഒരാൾ ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ പോടാ മറ്റവനെ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. ഒരാളെ ഇഷ്ടപ്പെടാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടപ്പെടാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, കൂട്ടിച്ചേർത്തു. റോബർട്ട് സെറന്റോണിയോ എന്നാണ് യഥാർത്ഥ പേര്. ഐറിഷ് കത്തോലിക്ക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 17-ാം വയസ്സിൽ മൂസ ഇസ്ലാം മതത്തിലേക്ക് തിരിയുകയായിരുന്നു. തുടർന്ന് ഫിലിപ്പീൻസിലേക്ക് പോകുകയും ചെയ്തു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് പിന്നാലെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ യുവാക്കളെ ഇയാൾ പ്രേരിപ്പിക്കുകയും ചെയ്തു. നിരവധി യുവാക്കളാണ് പ്രഭാഷണത്തിൽ വീഴുകയും ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തത്. IS-ൽ ചേരാൻ ഇസ്ലാമിന് വലിയ രൂപത്തിൽ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മതം ശരിയാണ് എന്ന് പറഞ്ഞ് ഇവർ ആ ഒരു ആദർശവുമായി അത് പ്രചരിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവർക്ക് അടി കിട്ടിയത് എപ്പോഴാണെന്ന് അറിയാമോ? ക്രിസ്ത്യാനികളെ കയറി ചൊറിഞ്ഞപ്പോഴാണ്. അയ്യോ കാലമാട, നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതിനകത്ത് വരുന്ന എല്ലാവർക്കും ഹായ് 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 എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഒരു സീരിയസ് ടോക്ക് അല്ലേ? നമ്മളെങ്കിലും അതൊന്ന് മനസ്സിലാക്കണ്ടേ? അറ്റ്ലീസ്റ്റ് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ വരുന്നു ഹായ് എന്ന് പറയുന്നു, നമ്മൾ ആ വിഷയം നിർത്തി വെച്ചിട്ട് അവർക്ക് ഹായ് പറയുന്നു. എന്ത് കാര്യമുണ്ട്? നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ അതും ഇതും പറഞ്ഞു വെറുതെ നമ്മുടെ സമയം കളയുക എന്നതായിരിക്കരുത്. ഓക്കെ, അപ്പോൾ എത്രയോ ആളുകൾ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി ആ മതം ഉപേക്ഷിക്കുന്നു. ഒരു സംശയം ഞാനൊന്ന് ചോദിക്കാം, നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. സൗദി അറേബ്യയിലെ മതം വിട്ടാൽ വിട്ടവനെ തട്ടുന്ന നാടാണ്. എന്തെങ്കിലും രൂപത്തിലൊരു സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ടോ? മതം മാറാനോ മതം ഉപേക്ഷിക്കാനോ വേറൊരു മതം സ്വീകരിക്കാൻ ഒന്നിനും സ്വാതന്ത്ര്യമില്ല. എന്നിട്ട് പോലും 75 ലക്ഷത്തോളം ജനങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലുക്ക് ഹാർപ്പർ, ടീച്ചർ എന്തിനാണ് ഒരു മതത്തെ മാത്രം വേട്ടയാടുന്നത്? ഇഷ്ടമില്ലെങ്കിൽ ഡിലീറ്റ് ആക്കണ്ട ടെക് ഗെയിമറെ. നമ്മൾ എന്താ പറയുന്നത്? ഇത് വേട്ടയാടലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ മതത്തിന്റെ മാനവികത എന്താണ് എന്ന് മനസ്സിലാക്കി ആ മതം ആളുകൾ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് ആരെയാണ് വേട്ടയാടുന്നത്? ഈ മതത്തിന്റെ മാലിന്യം, കാരണം നമ്മുടെ മതം മാത്രമാണ് ശരി, മറ്റെല്ലാ മതങ്ങളും തെറ്റാണ് എന്ന ആശയം ഈ കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? വിഷ്ണു, ഒരു ഇൻഷുറൻസ് ഒക്കെ വേണ്ടി വരും, കാരണം ഇവന്മാരുണ്ടെന്ന് തന്നെ തട്ടുമെന്നാ പറയുന്നത്. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം രൂപ പോലും ചെലവില്ലാതെ എക്സർസൈസ് ഒന്നും ചെയ്യാൻ. അതിൻ്റെ ഇടയ്ക്കാണ് പരസ്യം കയറി വരുന്നത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം പള്ളികൾ അടച്ചിട്ടിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല, മതത്തെ പകുതി പേരും ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനിലെ 75,000 പള്ളികളിൽ 50,000-ഓളം അടച്ചിട്ടിരിക്കുകയെന്നാണ് മുതിർന്ന ഇറാനിയൻ പുരോഹിതൻ മുഹമ്മദ് അബുൽ ഖാസിം ധബൌലി പറയുന്നത്.
ക്രൂരമായ സ്വേച്ഛാധിപത്യത്തിന്റെ അടിത്തറയായി ഇസ്ലാമിനെ ന്യായീകരിക്കുന്ന ഭരണകൂടത്തിന്റെ ന്യായീകരണത്തിൽ എല്ലാ പ്രായത്തിലുള്ള ഇറാനികളും മടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇറാനിലെ മതത്തിന്റെ അനന്തരഫലങ്ങൾ ആളുകൾ മതം ഉപേക്ഷിക്കുന്നതിലേക്ക് നയിച്ചു. സമൂഹത്തിൽ മതവിശ്വാസം ദുർബലമാകുന്നത് മതപരമായ കൽപ്പനകൾ അനുസരിച്ചുള്ള സർക്കാരിനെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വൈദിക കാര്യങ്ങളിൽ ഉപദേശിക്കുന്ന പ്രത്യേക ഇറാൻ പോലെ ഒരു ഇസ്ലാമിക രാജ്യത്ത് മഹ്സ അമിനി എന്ന് പറയുന്ന 22 വയസ്സുകാരി ശരിയാവണ്ണം തലമറച്ചില്ല എന്ന കാരണത്താൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും മൂക്കു മുറിച്ച് മുടി മുറിച്ച് അതിനെ കൊല്ലുകയും ചെയ്തപ്പോൾ അതിൻ്റെ നീതിക്കു വേണ്ടി ഇറങ്ങിയ ആയിരക്കണക്കിന് ഇറാൻ വനിതകളെയും സ്ത്രീകളെയും കായിക താരങ്ങളെയും ഒക്കെ കൂട്ടിയിട്ട് ജയിലുകളിലിട്ട് കത്തിച്ച് കളയുകയാണ് ഇബ്രാഹിം റൈസി എന്ന ഭീകരൻ ചെയ്തത്. ഒടുവിൽ അവനും ഹെലികോപ്റ്ററോടുകൂടി കത്തി. ഇബ്രാഹിം റൈസി സഞ്ചരിച്ച 50 വർഷം പഴക്കമുണ്ടായിരുന്ന ഹെലികോപ്റ്ററല്ലേ കത്തിയത്. ഇതെന്താ ഈ ടൈമിൽ ലൈവ് ഇടുന്നു? ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടേ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങള് ഇതാ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വാർത്ത കണ്ട ഉടനെ തന്നെ ആ ചൂടോടുകൂടി നിങ്ങളുമായിട്ട് എനിക്കതൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. സമീപകാലങ്ങളിലായി വലിയ രൂപത്തിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒന്ന്, ഈ മതത്തിൽ മാനവികതയില്ല, ജനാധിപത്യമില്ല, ദേശീയതയില്ല, സമത്വമില്ല, സാഹോദര്യമില്ല. ഉള്ളതെന്താ? ലക്ഷണമൊത്ത വർഗീയത, ലക്ഷണമൊത്ത വിഭാഗീയത, അന്യമത വിരോധം, കുറച്ച് ലൈംഗികത, ചോരക്കൊതി, യുദ്ധം, കൊള്ളയടി. ഇതൊക്കെ ഇനിയും ആരെങ്കിലും അംഗീകരിക്കുമോ? ഇനിയും വരുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കി അവരാരാധനകൾ ചെയ്യുകയോ വിശ്വസിക്കുകയോ സൽക്കർമ്മം പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരല്ല. അവര് സയൻസ് പഠിക്കുന്നവരാണ്, ശാസ്ത്രബോധമുള്ളവരാണ്. അതുകൊണ്ടാണ് യുക്തിയുടെ ഒരു കണിക പോലുമില്ലാത്ത 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര ചിന്തകളിൽ മാത്രം അഭിരമിക്കുന്ന ഒരു പുസ്തകമാണിത് എന്ന് ജനങ്ങൾ കണ്ടെത്തുകയും ഈ മതം വലിയ തോതിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. 2018 മുതൽ മുസ്ലിങ്ങൾ എന്നേക്കുമായി ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇസ്ലാമിക റവല്യൂഷൻ കൺട്രിയാണ്. ആലോചിക്കണം, അവിടെ ഇസ്ലാം എന്താണ് അതിൻ്റെ തിരുവായ്ക്ക് എതിർവ പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങൾ സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനൻ, ഈജിപ്റ്റ്, തുർക്കി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ 50% മുസ്ലിങ്ങളും തക്കിയ എടുത്ത് കപടന്മാരായി ജീവിക്കുക. ധൈര്യമുള്ളവർ ഡിക്ലെയർ ചെയ്യും, എനിക്ക് ഇതിന്റെ ഇസ്ലാം വേണ്ടാന്ന്. തീർന്നില്ല. നൈജീരിയ, മാലി, ബുർക്കിന ഫാസോ, എത്യോപ്യ, സൊമാലിയ, ടുണീഷ്യ ഈ രാജ്യങ്ങളിലടക്കം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മതം വലിച്ചെറിഞ്ഞു മാനവികതയിലേക്ക്, യുക്തിചിന്തയിലേക്ക് മാറിയത്. ഇതിനകത്ത് ജനാധിപത്യ വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും അന്യമത വിരോധവുമാണ് ഉള്ളത്. ഒരു ഉസ്താദിനെ വിമർശിച്ചാൽ ആദ്യം നമ്മളെ ഇവരൊന്ന് നോക്കി വെക്കും, എവിടെ വീഴ്ത്താം, കിട്ടുമ്പോൾ മുറുക്കി അങ്ങ് പിടിക്കും. നമുക്കെതിരെ ആരെങ്കിലും ഒരു കേസ് കൊടുത്തു അവരെ നന്നായിട്ട് എന്റർടൈൻ ചെയ്യും, അവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുക്കും. അവരിതുവരെ ഇസ്ലാമിനെ വിമർശിച്ചവരാണെങ്കിലും ശരി, സാരമില്ല, ഇവളെ ഒന്ന് തളയ്ക്കണം. ഇനിയും ഇവര് കമ്മിയാണെന്ന് വിചാരിച്ചോ, ഇടത് സഹയാത്രികരാണെന്ന് വിചാരിച്ചോ, അതിൻ്റെ അമരക്കാരനാണെങ്കിൽ പോലും ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ പ്രഭാഷണത്തെയോ ഒരു മതപുരോഹിതനെയോ വിമർശിച്ചാൽ അവനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് സംഘി എന്നാണ്. ചാണക സംഘി എന്ന് വിളിക്കും സ്നേഹത്തോടെ.
സ്വന്തം അനുഭവം പങ്കുവെച്ച ഒരു മുൻ മതവിശ്വാസിയെ പിന്തുണച്ചാൽ കഴിഞ്ഞു കാര്യം. ശരിക്ക് നമ്മളെ ഭരിക്കുന്നത് ആരാണ്? അത് തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ ഭരിക്കുന്ന ആളുകളുടെ ജനാധിപത്യ ബോധം തിരിച്ചറിയണമെങ്കിൽ ഇസ്ലാമിനെതിരെ, അതല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ മാറ്റുമ്പോൾ, ഇസ്ലാമിലെ തീവ്രവാദത്തെ ആരെങ്കിലും വിമർശിച്ചാൽ, ഇസ്ലാമിലെ ഭീകരതയെ ആരെങ്കിലും വിമർശിച്ചാൽ, നമ്മളെ ഭരിക്കുന്ന ഭരണകൂടം എടുക്കുന്ന സമീപനം നോക്കിയാൽ മതി. നമ്മുടെ സർക്കാരിന്റെ സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരാരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നും തിരിച്ചറിയാൻ പറ്റും. ഹിജാബിന്റെ വിഷയം എന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ? ഹിജാബ് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി മറയ്ക്കുന്നതാണ്. ഒന്നാമതായി സ്ത്രീകളുടെ നഗ്നത എന്ന് പ്രവാചകൻ പറഞ്ഞത് ഹാക്കഥ വഹാക്കഥ, മുഖവും മുൻകൈയുമാണ്. അതൊഴികെയുള്ള ഭാഗങ്ങൾ എന്ന് തന്നെയാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പർദ്ദ തന്നെ ഇടണം നിർബന്ധമില്ല. നമ്മുടെ നാട്ടിൽ ഈ പർദ്ദ എത്തിയത് അറേബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ ചിലപ്പോൾ അത് ധരിക്കുന്നവർക്ക് അഭിമാനമായിരിക്കും. മുഖം മറയ്ക്കുന്ന, ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ മറയ്ക്കുന്ന രീതി എന്നു മുതലാണ് നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങിയത്. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും കൊണ്ടുവന്നതാ. ഇത് ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു വ്യക്തി, ഒരു ഡോക്ടറിന് രോഗിയെ അറിയണം, രോഗിക്ക് ഡോക്ടറെ അറിയണം, അധ്യാപകന് വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിക്ക് അധ്യാപകനെയും അറിയണം. വളരെ ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രം ഞങ്ങൾക്ക് മുഖം മറയ്ക്കണം എന്ന് പറഞ്ഞു. അതുവഴി ഒരു സമുദായത്തെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. നമ്മുടെ കുഴപ്പമല്ല, അവരുണ്ടാക്കുന്ന പ്രശ്നമാണ്. അവരൊരു പക്ഷേ നന്മയായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക. അങ്ങനെയുള്ളവർ വീട്ടിലിരുന്നാൽ പോരെ. നിർമ്മല കോളേജിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ കയറി ഞങ്ങൾക്ക് പിൻഭാഗം പൊക്കാൻ ഒരിടമെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തേണ്ട കാര്യമുണ്ടോ? പ്രതിഷേധം നടത്തേണ്ട കാര്യമുണ്ടോ? പള്ളികളിൽ പോയിട്ടല്ലേ ഞങ്ങൾക്ക് പിൻഭാഗം പൊക്കണം ഇവിടെ എന്ന് പറയേണ്ടത്? ഒരുപാട് കളവുകൾ നടത്താൻ, ചൂഷണങ്ങൾ ചെയ്യാൻ, മോഷണത്തിന്, ആൾമാറാട്ടത്തിന്, ഒരുപാട് തിന്മകൾക്ക് വേണ്ടി ഇന്ന് മുഖമക്കന പലരും ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഈ മുഖം മറച്ച് ബുർക്കയ്ക്കുള്ളിലുള്ളത് ഏത് മതത്തിലുള്ള ആളാണെന്ന് എങ്ങനെ അറിയാം? ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് എങ്ങനെ അറിയാം? ഹമാസ് ഭീകരര് സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും ടെന്റുകളിലും ഒക്കെ ഒളിച്ചിരിക്കുന്നത് ഈ പർദ്ദമക്കനെയും ധരിച്ചിട്ടാ. ഇവരുടെ ആകാര വടിവ് കൃത്യമായി, ഇവരുടെ ചലനങ്ങൾ വരെ തിരിച്ചറിയാൻ മൊസാദിന് സാധിക്കുന്നു. ഇസ്രായേലിന്റെ IDF-ന് സാധിക്കുന്നു. അതുകൊണ്ടാണ് അവരെ ആക്രമിക്കുന്നത്. മുഖം തുറന്ന് കാണിക്കൂ എന്ന് പറയാൻ പറ്റുമോ? സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത കേസുകാർ. വസ്ത്രസ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം വിരോധിയായിട്ട് ചിത്രീകരിക്കും. പിന്നുണ്ടാകുന്ന കോലാഹലവും കലാപവും ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പല രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ബുർക്ക ധരിക്കുന്നു. ഇനി ഇസ്ലാമിക രാജ്യങ്ങളിൽ നോക്കി, തുർക്കി എർദോഗാന്റെ ഭാര്യയും മക്കളും ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ അപ്പിക്കുപ്പായം ധരിക്കുന്നത്? സൗദി രാജാവിന്റെ മക്കളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അവരൊക്കെ അപ്പിക്കുപ്പായം ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഓൺലൈൻ വഴി ദുബൈ രാജകുമാരിയെ കണ്ടില്ലേ? അവര് പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കായിരിക്കും, അങ്ങയെ ഞാൻ തൊലാക്ക് ചെയ്തതായിട്ട് അറിയിക്കുന്നു ഓൺലൈൻ വഴി. സ്വർണ്ണമുടിയുള്ള രാജകുമാരി, അവരൊക്കെ അപ്പിക്കുപ്പായത്തിനകത്ത് നിൽക്കുന്നതാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഒരു 100 പെണ്ണുങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് 50 പേര് ബുർക്കധാരികളുണ്ട് എന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഇത് സ്ത്രീകളാണോ പുരുഷന്മാരുണ്ടോ? ഇതിനകത്ത് കള്ളന്മാരുണ്ടോ? ഇതിനകത്ത് നിൽക്കുന്നത് ആരാണ്? നമുക്കറിയാൻ പറ്റില്ല. CCTV ക്യാമറ ദൃശ്യങ്ങൾ എല്ലാ സ്ഥലത്തും ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിത. ജസ്ന മിരിയ ജെയിംസ് എന്നൊരു പെൺകുട്ടിയെ വെച്ചുച്ചിട്ട് പത്തനംതിട്ട ഇന്ന് കാണാതായി. അത് നിക്കാബ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അടുത്ത് തന്നെ നടക്കാം, പർദ്ദമക്കനെയൊക്കെ ഇട്ടിട്ട്. അപ്പൊ പലതിനും വേണ്ടി തന്നെയുമല്ല, നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ഞങ്ങൾക്ക് 100% മതനിയമം തന്നെ പാലിക്കണം എന്നിവിടെ നിർബന്ധം പിടിച്ചാൽ എന്ത് ചെയ്യും? ശരി, നിങ്ങളുടെ സ്ഥാപനങ്ങളിലായിക്കോ, നിങ്ങളുടെ വീടുകളിലായിക്കോ. ഇത് ഒരു ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലൊക്കെ മതേതരത്വം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഇവർ ഈ രീതിയുമായിട്ട് കടന്നു വന്നാൽ എന്ത് പറയും? ചിലർക്ക് ഇതിന് രാഷ്ട്രീയ ലാഭമുണ്ട്, ചിലർക്ക് മതപരമായ ലാഭങ്ങളുണ്ട്. സമൂഹത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല തിന്മകൾക്കും ഇതൊക്കെ കാരണമാകുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലെ സ്ത്രീകൾ കൺമുമ്പിലൂടെ ചിലപ്പോൾ തെമാടിത്തരങ്ങൾ ചെയ്ത് നടന്നാൽ പോലും കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതല്ല, മുജാഹിദ് വാലശ്ശേരി പറഞ്ഞതാ.
ഇസ്ലാമിക പണ്ഡിതന്മാർ വരെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കി പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നുണ്ട്. അതല്ലെങ്കിൽ വ്യക്തികൾ ചിന്തിക്കണം. അവർ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ കത്തിച്ചുവിടും. കാരണം അവർക്കതിനകത്ത് അന്യമത വിരുദ്ധത പ്രചരിപ്പിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യമായിട്ടാണ് അവരതിനെ കാണുന്നത്. ഇവിടെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാം മതത്തിൽ പറയുന്നതിനനുസരിച്ച് ജീവിച്ചാൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ വലിയ പ്രയാസമാണ്. അന്യമത വിരോധം, അന്യമത വിദ്വേഷം, വൈരാഗ്യം, സ്ത്രീ വിരുദ്ധമായ നിലപാടുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ആകാൻ അത്യാവശ്യം. സ്വർഗത്തിലെ ലഹരി, ശവക്കുഴിയിലെ ഭീഷണി, ഇതാ ജാഅക്കൽ മലക്കാനി, 2 മലക്കുകൾ നിന്റെ അടുത്തേക്ക് വരും, സാഇലാനി അവർ ചോദ്യം ചോദിക്കുന്നവരാണ്, ആദിലാനി അവർ നീതിമാന്മാരാണ്. ഇതൊക്കെ മൊത്തം ഭീഷണികൾ. അത് കഴിഞ്ഞാലോ പ്രലോഭനം, നിങ്ങൾക്ക് 72 ഹൂറികളെ കിട്ടും കേട്ടോ. പല ആളുകൾക്കും ഇത്തരം വിശ്വാസങ്ങളൊന്നുമില്ല. പക്ഷേ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി മുസ്ലിം ആയിട്ട് ജനിച്ചു, അതുപോലെ തന്നെ അങ്ങ് ജീവിച്ച് മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. മുസ്ലിം സ്ത്രീകൾക്ക് ആണിന് കിട്ടുന്നതിന്റെ പകുതി സ്വത്ത് മാത്രമേ ലഭിക്കൂ. എത്ര മക്കൾ അതിന് തയ്യാറാകും? ശരി, മത നിയമപ്രകാരം അതല്ലേ, എനിക്ക് കുഴപ്പമില്ല എന്ന്. ഇതൊക്കെ സ്ത്രീ വിരുദ്ധതകളാണ്. ഇതൊക്കെ ഈ പുതിയ തലമുറ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിണറായി വിജയന്റെ സർക്കാരിനോട് സുപ്രീം കോടതി അഭിപ്രായം ചോദിച്ചു. അപ്പോ ഒരു കൂട്ടം മുസ്ലിം പുരുഷന്മാര് നേതാക്കന്മാരെ വിളിച്ച്, പേടിക്കണ്ട, നമ്മുടെ ഇസ്ലാം മതത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ല, ഈ സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് മുസ്ലിം പുരുഷ നേതാക്കളെ സർക്കാർ ചേർത്ത് നിർത്തിയത് നമ്മൾ കണ്ടില്ലേ. ഇതിനെതിരെ കുറച്ച് സ്ത്രീകൾ നിവേദനം കൊടുത്തു. അപ്പോൾ സർക്കാർ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ഒന്നും പറയണ്ട. ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതത്തെ പിടിച്ചു നിർത്താൻ ഇവരിപ്പോഴും ബാധ്യസ്ഥരാണോ എന്ന് തോന്നിപ്പോകും ചില സന്ദർഭങ്ങളിലെങ്കിലും. ഇവര് 100% മതപരമായ വേഷങ്ങൾ നിങ്ങൾക്ക് ധരിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് ഒരു പൊതുസമൂഹത്തിലല്ല നിങ്ങൾ ഈ വിഴുപ്പും കൊണ്ടുവരേണ്ടത്. ഇതൊന്നും ഇപ്പോൾ ആരും അംഗീകരിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും ഇസ്ലാം പടിയിറങ്ങുന്ന സാഹചര്യം. അപ്പോ നമ്മൾ എന്തിനാണ് ഇത് മുറുകെ പിടിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കും. ഇപ്പോ ഇസ്ലാം മതത്തിനെതിരെ വിമർശനവുമായി മുൻ പ്രഭാഷകനും IS അനുകൂലിയുമായിരുന്ന മൂസ സെറന്റോണിയോയുടെ വാർത്തയാണ് ഞാൻ തുടക്കം തന്നെ കേൾപ്പിച്ചത്. കഴിഞ്ഞ 17 വർഷമായി താൻ തെറ്റായിരുന്നു ചെയ്തത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ജയിലിൽ കഴിയുമ്പോഴൊക്കെ അദ്ദേഹം ഖുർആൻ ശരിക്ക് വായിക്കാൻ സമയം ലഭിക്കുന്നു. അതിലെ കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്നും കോപ്പിയടിച്ചതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. ഖുർആൻ സ്വയം തന്നെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് എന്നാണ് മൂസ വെളിപ്പെടുത്തുന്നത്. നിരവധി യുവാക്കളുടെ ഭാവിയാണ് താൻ തകർത്തത് എന്ന് മൂസ സെറന്റോണിയോ പറഞ്ഞു. ഖുർആൻ ദൈവിക പ്രചോദനമല്ല, സാങ്കല്പിക വിവരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. മെൽബണിലെ പോർട്ട് ഫിലിപ്പ് ജയിലിൽ നിന്ന് അയച്ച ഒരു കത്താണ് വൈറലായി സോഷ്യൽ മീഡിയയിൽ പരതി നടക്കുന്നത്. ഐറിഷ് കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച മൂസ സെറന്റോണിയോ 17-ാം വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ചു. റോബർട്ട് സെറന്റോണിയോ എന്നാണ് യഥാർത്ഥ പേര്. മതം മാറിയതിനെ തുടർന്ന് ഫിലിപ്പീൻസിലേക്ക് കുടിയേറിയ സെറന്റോണിയോ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ യുവാക്കളെ പ്രേരിപ്പിച്ചു. മതം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി യൂട്യൂബ് ചാനൽ തുടങ്ങി 2014 മൂസയെ നാട് കടത്തുകയാണ് ചെയ്തത്. IS ഭീകരരുമായി ബന്ധം സ്ഥാപിച്ചിരുന്ന മൂസ 2016 ഓസ്ട്രേലിയയിൽ വെച്ച് പിടിയിലാകുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിനു വേണ്ടി അനുയായികൾക്കൊപ്പം ഇന്തോനേഷ്യയിലേക്ക് കിടക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലായത്. ഇപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയയിലെ ജയിലിലാണ്. ഈ ഓസ്ട്രേലിയയിലെ ജയിലിൽ കിടന്നിട്ടാണ് ഖുർആൻ നന്നായിട്ടൊന്ന് വായിക്കാൻ സാഹചര്യം ലഭിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് എൻ്റെ ബൈബിള് പോലെ തന്നെയാണ്, ഞാൻ ബൈബിള് വായിച്ചിട്ടുണ്ട്, അതുപോലെ മൊത്തം കോപ്പിയുടെയാണ്. അപ്പോ ഇസ്ലാമിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി നടക്കുന്ന, ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കേണ്ടത് എവിടെയാണ് എപ്പോഴാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് ഇസ്ലാമിനു വേണ്ടി ജീവൻ പണയം വെക്കാൻ ത്യജിക്കാൻ തയ്യാറായ ആളുകൾ തൊട്ട് മൗലവിമാർ വരെ ഈ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ഉപേക്ഷിക്കുകയാണ്. സൗദിയില് എണ്ണമെടുത്താൽ 75 ലക്ഷം വിശ്വാസികൾ. ഇത്ര പേർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കിയാൽ. ഏറ്റവും കൂടുതൽ പബ്ബുകൾ അവിടെയുണ്ട്, മദ്യം, വേശ്യാലയം ഒക്കെ കിട്ടുന്നുണ്ട്.
ഒരു വിശ്വാസിയായിരിക്കെ, ഒരു യഥാർത്ഥ മുസ്ലിം ആയിരിക്കും അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ? 75 ലക്ഷം അവിശ്വാസികളോ മതം വിട്ടെന്ന് പറഞ്ഞാൽ തല പോകുന്ന രാജ്യത്ത്, ഇറാനില് ഈ മഹ്സ അമിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നതോടെ നല്ലൊരു വിഭാഗം ആളുകളും ഈ മതത്തിൽ നിന്ന് പോയി. നോമ്പ് പിടിക്കില്ല, നമസ്കരിക്കില്ല, മതം വിട്ടവനെ കൊല്ലണം എന്ന ശാസനയുണ്ടെങ്കിൽ പോലും ഇത് ഞങ്ങൾക്ക് വേണ്ട, കൊന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലും മതം വിടുന്ന മുസ്ലിങ്ങൾ ഒരു തരംഗമായി മാറുകയാണ്, പ്രത്യേകിച്ച് കേരളക്കരയിൽ. ഇനിയും തല പോകുമെന്ന് കരുതി ഇസ്ലാം എനിക്ക് വേണ്ട എന്ന് പറയാൻ ഭയമുള്ളവരാണോ അധികം ആളുകളും? അല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറാനിൽ കണ്ടു ഒരു പെൺകുട്ടി മഹ്സ അമിനി, അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അവർക്ക് ആഗോള തീവ്രവാദത്തിന് വേണ്ടി പണം ചെലവഴിക്കണം. പാകിസ്ഥാൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ, അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ, പണമില്ല, പട്ടിണിയിലാണ്. ഭീകരവാദത്തിനോ തീവ്രവാദത്തിനോ വല്ല കുറവുണ്ടോ? ഞാൻ ഇറാനിൽ തന്നെ ഇപ്പം 2 ദിവസം മുമ്പ് വേറെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ആ മഹ്സ അമിനിയെ കൊന്ന അതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു പെൺകുട്ടിയെയും കൂടി ഇപ്പം അവർ കൊന്നിട്ടുണ്ട്. ഞാനെന്ത് തേങ്ങയാ പറയുന്നു ജുബൈരിയ, പകർന്ന് ഉറങ്ങണി പൊടി. ഈ തേങ്ങ കേൾക്കാൻ എന്തിനാണ് നീ വന്നത്? അതേ 33 വായിച്ചാൽ മതി റേണി. ഈ തേങ്ങ കേൾക്കാൻ വരാൻ നിന്നെ ആരെങ്കിലും വിളിച്ചോ? ഹിജാബ് നിയമലംഘനം ആരോപിച്ച് ഇറാനിൽ യുവതിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി. കാർ ഓടിക്കുന്നതിനിടെയാണ് 2 കുട്ടികളുടെ അമ്മയായ അറേസു ബദ്രി എന്ന 31-കാരിക്ക് നേരെ പോലീസ് വെടിയുതിർത്തത്. ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറിയ ബുള്ളറ്റ് നട്ടലിന് ഗുരുതരമായ ക്ഷതമേൽപ്പിച്ചതോടെ യുവതി അരയ്ക്ക് താഴേക്ക് തളർന്ന് കിടപ്പിലാകുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ജൂലൈ 22-ന് നടന്ന സംഭവം പുറം ലോകത്തെ അറിയിച്ചത് BBC ആണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 10 ദിവസത്തിന് ശേഷമാണ് ബുള്ളറ്റ് പുറത്തെടുക്കാനായത്. ടെഹ്റാനിലെ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത്. ഹിജാബിന്റെ പേരിൽ മഹ്സ അമിനി കൊല്ലപ്പെട്ട് ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ഏറ്റവും പുതിയ സംഭവം. 2022-ൽ ഹിജാബ് അനുചിതമായി ധരിച്ചെന്ന് പറഞ്ഞാണ് ഇറാനിലെ പോലീസ് അമിനിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തത്. കസ്റ്റഡി മരണം രാജ്യവ്യാപകമായി ഹിജാബ് വിരുദ്ധ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ സ്ത്രീകൾക്ക് കർശനമായ ഡ്രസ് കോഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹിജാബ് ശരിയായി ധരിക്കാത്ത സ്ത്രീകളെ ശിക്ഷിക്കാൻ ഹിജാബ് നിയമത്തിൽ വ്യവസ്ഥകളുണ്ട്. നിയമങ്ങളുടെ മറവിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇറാനിലെ ക്രൂരതകൾക്കെതിരെ അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തമാണ്. ഈ മതത്തെ സംബന്ധിച്ച് ആളുകൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് അതവർ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ കുറച്ച് അന്ധം ഫാൻസ് ഉണ്ട്, മതത്തെ അന്ധമായി പിൻപറ്റുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് മാത്രം ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് ഇതെന്ത് തേങ്ങയാണ് പറയുന്നത് എന്ന് മാത്രം ചോദിക്കാനേ അവർക്കത് അവരുടെ കുഴപ്പമല്ല. അവരെ ഈ ചെറിയ പ്രായം മുതൽ മദ്രസകളെ കുറിച്ചിട്ടാണ് കേൾക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം. എന്നാൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ ഉടനെ അതിനകത്ത് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാൻ, എന്തുകൊണ്ടാണ് താൻ ഇസ്ലാം ഉപേക്ഷിച്ചത് എന്ന് പറയാൻ ധൈര്യസമേതം ആളുകൾ മുന്നോട്ട് വരുന്ന വളരെ രസകരമായ കാഴ്ചകൾ നമുക്കിന്ന് ക്ലബ് ഹൗസ് ഇടങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവര് വിചാരിക്കണതേ ഇസ്ലാം ഉപേക്ഷിക്കാൻ എല്ലാവർക്കും പേടിയാണെന്ന. അല്ല, ആർക്കും പേടിയില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം നല്ല മതല്ലേ? കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് മോശമായി പോയതല്ലേ? വിനോദിന് ഒരു മറുപടിയും കൂടെ. വിനോദ്, ഈ അലക്സ പള്ളിയിൽ മാത്രമല്ല, മുസ്ലിങ്ങളുടെ കഅബയില്ല, രണ്ടാമത്തെ ഇപ്പോഴത്തെ വലിയത്, അത് മുസ്ലിങ്ങളുടേതല്ല. അത് മുസ്ലിങ്ങളുടെതല്ല. മുഹമ്മദിന് യാതൊരു ബന്ധവുമില്ല അലക്സ കഅബയുമായിട്ട്. മക്കത്തെ കഅബ ദേവാലയം, മക്കത്തെ മസ്ജിദുൽ ഹറമ എന്ന് പറയുന്ന കഅബയുമായിട്ട് മുഹമ്മദിന് ഒരു കുലബന്ധം പോലും. അത് പേഗൻ മതക്കാരുടേതായിരുന്നു. അതായത് മുഹമ്മദിന്റെ ആവിർഭാവ കാലത്ത് മക്കത്തെ പ്രബല മതം എന്ന് പറയുന്നത് ഒന്ന് ജൂതമതം, ഒന്ന് ക്രിസ്ത്യ മതം, ഒന്ന് പേഗൻ മതം, പിന്നെ കുറേശ്യരുടെ മതം. ഈ അത് കുറേശ്യരുടെ പല ഗോത്ര ദൈവങ്ങൾ വിശ്വസിച്ചിരുന്ന കുറേശ്യകൾ. അതിൽ പേഗൻ മതക്കാരുടെ ക്ഷേത്രമായിരുന്നു കഅബ. ഒരു ക്ഷേത്രമായ അമ്പലമായിരുന്നു. നിങ്ങളുടെയൊക്കെ അമ്പലം പോലെ പേഗൻ മതക്കാർക്കും അമ്പലമുണ്ട്. മൂർത്തികളെ വെച്ചായിരുന്നു അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ മൂർത്തികളെ എന്നെ വെക്കുന്നത്, മൂർത്തികളെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു 360 ദേവന്മാരുണ്ടായിരുന്നു ഈ കഅബയിൽ. അറിയാമോ? പേഗൻ മതക്കാരുടെ ആരാധനാലയമായിരുന്നു. മുഹമ്മദിന് ഫത്തഹ് മക്ക, മുഹമ്മദ് മക്ക വിജയം നേടിയപ്പോൾ മുഹമ്മദ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ വേഗന്മാരൊക്കെ അടിച്ചോടിച്ച് കീഴ്പ്പെടുത്തിയാണ് ഈ കഅബ എടുക്കുന്നത്. അതിന് ഖുർആനിൽ തന്നെ തെളിവുണ്ട്. ഖുർആൻ 3:55 പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസാബിഊന വന്നസാറ മന്നാമന ബില്ലാഹി വല്ലൗമിൽ ലാഹി വഅമലൻ സാലിഹൻ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്തദൂൻ. അതിന്റെ അർത്ഥം അറിയോ?
അല്ലയോ മുസ്ലിമീങ്ങളെ, അല്ലയോ യഹൂദന്മാരെ, അല്ലയോ ക്രിസ്ത്യാനികളെ, അല്ലയോ സാബികളെ എന്ന് പറയുന്നത് ഈ മക്കത്ത് മുഹമ്മദിന്റെ ആവിർഭാവ കാലത്ത് ജൂതമതം, ക്രിസ്തുമതം, പേഗമതം, കുറേശ്ശി മതം ഇതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു പ്രബല വിഭാഗം സാബികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം. ആ അവരെയും കൂടെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ എല്ലാ മതക്കാരെ ഏൽപ്പിച്ചാ വിളിച്ചാ പറഞ്ഞത് മനസ്സിലായി. കാരണം അന്ന് മുഹമ്മദ് ഈ മതക്കാരുടെ എല്ലാം സഹായം ആവശ്യമുണ്ടായിരുന്നു അവിടെ നിലനിൽക്കാൻ. ഈ മതവിശ്വാസികളോട് എല്ലാവരെയും വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ നിങ്ങളെ വെറുതെ വിടാം. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടി വരികയുമില്ല, അല്ലെങ്കിൽ ഭയപ്പെടണമെന്ന്. ഇത് ക്രിസ്ത്യാനി അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാലോ മുസ്ലിമായില്ലേ? ഹിന്ദുക്കൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാലോ മുസ്ലിമായില്ലേ? പിന്നീട് അവൻ പേടിക്കേണ്ട കാര്യം എന്താ? ഇല്യാസ് എന്താടാ പെണ്ണ് നോക്കാൻ വന്നാണ് അവിടെ? കല്യാണാലോചിക്കാൻ വന്നാണോടാ രാത്രി? ഇറങ്ങി പോടാ കിളവീന്ന്. ഞാൻ പറഞ്ഞു ഞാൻ 16കാരിയാണെന്ന്. ഞാൻ നിന്നോട് പറഞ്ഞോടാ കാണാൻ കൊള്ളത്തില്ലെന്ന്. എന്താടാ തുണി മുക്കി നോക്കാൻ വന്നാണ്? ഇറങ്ങിപ്പോടാ. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ മതം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്? ഇവരുടെ അസഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവർക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല, മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല. ഇല്യാസ് എന്തോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇല്യാസ് വീട്ടിൽ പോയിരുന്നു കേട്ടാ. ശരി, പോയിരുന്നു. ഇവർക്ക് ഒരു സമൂഹത്തിൽ 4-5 ആളുകളുണ്ട്, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നറിയില്ല. ഇവരുടെ കുഴപ്പമല്ലത്. ചെറിയ പ്രായം മുതൽ മദ്രസ വിദ്യാഭ്യാസമാണ് ഇവർ ആർജിച്ചെടുത്തിട്ടുള്ളത്. ആ മദ്രസ വിദ്യാഭ്യാസം മാത്രം കൊണ്ട് ഇവരുടെ തലച്ചോറ് വികസിക്കുമെന്ന് ധരിക്കരുത്. ഇവിടെ ഈ കേരളത്തിൽ നല്ലൊരു വിഭാഗം ആളുകൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജിനെ കാണാനിടയായി, മജിസ്ട്രേറ്റ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ വീഡിയോ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്, വളരെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായ വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഏതെല്ലാം നിലയിലുള്ള ആളുകൾ, അതാ ഞാൻ പറഞ്ഞത്, നല്ലൊരു ശതമാനം ആളുകൾക്കും ഇസ്ലാം എന്താണ് എന്നറിയാം. പക്ഷേ ഇത് ഉപേക്ഷിക്കാൻ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഭയമാണ്. ഇസ്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ ഭയം എന്ന വികാരമാണ്. ഈ ഭയം കൊണ്ട്, മുഹമ്മദിന്റെ വാൾത്തലപ്പിനെ ഭയന്നിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിൽ നിന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഏറ്റവും കൂടുതൽ ആളുകൾ മുഹമ്മദിന്റെ മയ്യത്തെടുത്തു മറമാടാനായിരുന്നില്ല ശ്രമിച്ചത്. എന്തിനായിരുന്നു ശ്രമിച്ചത്? അടുത്ത ഭരണാധികാരി ആര് എന്ന് ചിന്തിക്കുന്നതിനു വേണ്ടി, തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ നബിയെ അത്രയ്ക്ക് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, സ്നേഹിച്ചിരുന്നെങ്കിൽ, ഫോളോ ചെയ്തിരുന്നെങ്കിൽ, അത് കിടന്ന് ചീഞ്ഞു നാറി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ എത്രയും പെട്ടെന്ന് കുഴിച്ചിടുകയല്ലേ ചെയ്തിരുന്നത്. മുഹമ്മദ് എന്താ പഠിപ്പിച്ചിരുന്നത്? ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? ഇപ്പൊ തന്നെ ഓരോന്ന് വന്നിട്ട്, ഒരു പെണ്ണാണെങ്കിൽ അവരുടെ സൗന്ദര്യം ആസ്വദിക്കാനാണ് വരുന്നത്. എൻ്റെ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഞാൻ പറയുന്ന വിഷയങ്ങൾ കേൾക്കാനാണ് വരുന്നത്. എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല. തന്നെയുമല്ല, ഇനി ഒരു കല്യാണം കഴിക്കാനൊന്നും തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്, കുടുംബമായിട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സൗന്ദര്യം കാണിച്ച് ആളെ വശീകരിച്ച് പിടിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇവരുടെ കുഴപ്പമല്ലത്. പടച്ചോൻ എന്താ പറയുന്നത്? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും 72 ഹൂറികളെ കിട്ടും. അവർക്കെല്ലാം ലൈംഗിക അവയവങ്ങൾ ഉണ്ടായിരിക്കും. ആ പുരുഷൻ അത് തളരാതെ എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലിംഗമുണ്ടായിരിക്കും. സുനൻ ഇബ്നു മാജ 4337 ഹദീസ്. സുനൻ ഇബ്നു മാജ 2014 ഹദീസ്. സ്വഹീഹുൽ ബുഖാരി 3254 ഹദീസ്. ഇരുട്ടിലും ഊണിലും ഉറക്കത്തിലുമൊക്കെ, ഇരുട്ടിയാലും വെളുത്താലുമൊക്കെ ഇവരുടെ തലച്ചോറിലുള്ള ചിന്തകൾ എന്താണ്? ഹൂറി, ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങൾ, വിശപ്പുള്ള യോനികൾ, മദ്യപ്പുഴകൾ, ആർമാദിച്ച് പറന്നു ജീവിക്കുക.
ഇവർക്ക് പിന്നെ ഏതൊരു പെണ്ണിനെ കണ്ടാലും ഇവരിങ്ങനെ തന്നെയല്ലേ ചിന്തിക്കൂ. കോപം നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ആഗ്രഹിക്കുന്ന ഹൂറികളെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു അവസരം നൽകുന്നതാണ് സുനൻ ഇബ്നു മാജയിലെ 4186 ഹദീസിൽ പറയുന്നത്. രക്തസാക്ഷിയാകുന്നവർ, അതായത് ഇരുമ്പ് ചട്ടിയിട്ട് പൊട്ടിത്തെറിക്കുന്നവർക്ക് 72 സ്വർഗീയ സ്ത്രീകളെ പ്രത്യേകമായിട്ട് അങ്ങ് നൽകും. തിർമുദി 1663 ഹദീസ്. തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ലിംഗം ഒരിക്കലും മയപ്പെടുന്നില്ല. ഉദാഹരണം ശാശ്വതമായിരിക്കും. ഓരോ തവണയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സംവേദനം തീർത്തും രുചികരമായിരിക്കും. ഈ ലോകത്തിന് പുറത്തുള്ളതുമായിരിക്കും. ആ ലോകത്ത് നിങ്ങളത് അനുഭവിച്ചാൽ നിങ്ങൾ തളർന്നു പോകും. ഇവിടെ അതുകൊണ്ട് അവിടെ തരുന്നത്, അവിടെ ആകുമ്പോൾ അള്ളാഹു പ്രത്യേകമായിട്ടൊരു എനർജിയും കൂടെ തരുവേ. തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം പുരുഷന്മാർക്ക് 70 ഹൂറികളെ നൽകും. അവൻ ഭൂമിയിൽ വിവാഹം കഴിച്ച സ്ത്രീ കൂടാതെ അവർക്കൊക്കെ വിശപ്പുള്ള യോനിയും ഉണ്ടായിരിക്കും. അൽ ഇത്ഖാൻ ഫിൽ ഉലൂമിൽ ഖുർആനിലെ 351 പേജാണിത്. എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലൈംഗിക അവയവം കാരണം ഇസ്ലാമിക സ്വർഗത്തില് മുസ്ലിം പുരുഷന്മാർക്ക് കമിഴ്ന്നു കിടക്കാൻ സാധിക്കുന്നില്ല. സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെ വർണ്ണിച്ചു വർണ്ണിച്ചു മുഹമ്മദ് തൻ്റെ അനുയായികളെ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി പ്രേരിപ്പിച്ചിരുന്നത് ഇത്തരം ഹദീസുകൾ പറഞ്ഞിട്ട ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 4332 ഹദീസ്. ഇത് കേട്ട് ഒരുപാടെണ്ണം പോയി, കുറെ എണ്ണം ചത്തു, കുറെ എണ്ണം കൊന്നു. അങ്ങനെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹ്മുൽ ജന്ന. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാ? അള്ളാഹുവിന് വേണ്ടി കൊല്ലപ്പെടുക, കൊല്ലുക. ഈ ആശയം വച്ച് പുലർത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയാണ് പെണ്ണിനെ ആദരിക്കാൻ കഴിയുന്നത്? അവർക്ക് പെണ്ണിനെ ഒരു ഭോഗവസ്തുവല്ലാതെ എങ്ങനെ കാണാൻ പറ്റും? ഈ മതഗ്രന്ഥം ഒന്ന് അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ ഒരിക്കലും ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഉസ്താദന്മാർക്ക് 72 കൂടുതൽ കിട്ടുമായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. കിട്ടും. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കണം. എടാ, എൻ്റെ നാക്കും മൂക്കും കണ്ണും ഒക്കെ ഞാൻ പറഞ്ഞ ആകാരം കൊടുത്തിട്ടല്ലല്ലോടാ നിന്റെ പഠിച്ചോൻ സൃഷ്ടിച്ചത്. ഇതൊക്കെ പഠിച്ചോൻ ഇറങ്ങിയതല്ലേ. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കണം. ഈ മതഗ്രന്ഥം ഒരു തവണയെങ്കിലും സ്വന്തം ഭാഷയിലൊന്ന് വായിച്ചാൽ ഈ മതത്തിൽ അവർ നിൽക്കില്ല. പിന്നെ തലയ്ക്കകത്തൊരല്പമെങ്കിലും ചിന്തിക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ആ സെക്കൻഡിൽ അവർ ഈ മതം ഉപേക്ഷിക്കും. MSTക്ക് എൻ്റെ മൂക്ക് എന്താണ് നീണ്ടുപോയത് എന്നാണ് ഭയങ്കര സംശയം. എൻ്റെ പടച്ചോൻ്റെ സൃഷ്ടിയല്ലടാ, പടച്ചോൻ സൃഷ്ടിച്ചതല്ലടാ, ഞാൻ ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ ആയത്. വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. പോട്ടെ. ഇപ്പോ ഈ 33 അധ്യായമായ ഖുർആനില് സൂറത്തുൽ അഹ്സാബ് അതിലെ 50, 51, 52, 53 നല്ല ഒരു രൂപത്തിൽ ഒരു മലയാള പരിഭാഷ മനസ്സിരുത്തി വായിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ജനിക്കും. എന്തുകൊണ്ടാണ് ഈ മതം ഇങ്ങനെ എന്ന് സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ സംശയമുണ്ടാകും. അവർ ഈ മതം വലിച്ചെറിയും. കാരണം എല്ലാം പെൺ വിഷയമാണ്. മുഹമ്മദ് നബിയും പെണ്ണുങ്ങളും തമ്മിൽ എന്താണ് ഇത്ര വലിയ ഒരു അടുപ്പം എന്ന് സാധാരണയായിട്ടൊരു മനുഷ്യന് ചിന്ത വരും. അനന്തുവിൻ്റെ അമ്മ വെടിയാണെന്ന്. ശരി, ഓക്കെ. സ്വന്തം തള്ളയെ കുറിച്ചൊന്നും പറയാനൊന്നും ഒരു മടിയും ഇല്ലല്ലോ അല്ലേ. അപ്പോ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന രൂപത്തിൽ വലിയ ഒരു ക്യാമ്പയിനാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അലിയാർ കാസിമിയും മുനീർ ഹുദവിയും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ആളുകൾ ഇങ്ങനെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ വല്ലാത്ത വിഷമത്തിലും പ്രതിസന്ധിയിലുമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം പടിയിറങ്ങുന്നു. ഇസ്ലാം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോസ് ഒക്കെ കേട്ടോ. സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയും വിമർശിക്കപ്പെടുന്നത് അതുകൂടി നമ്മളൊന്ന് അറിയുന്നത് നല്ലതാ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആദ്യം
എല്ലാവരും അവനവൻ്റെ മതം ശരിയാണ് എന്ന് പറഞ്ഞു മുന്നോട്ട് പോയി. പക്ഷെ ഇടയ്ക്ക് വന്നിട്ട് മുജാഹിദുകൾക്ക് ക്രിസ്ത്യൻ മതത്തെയും ഹിന്ദു മതത്തെയും ഒന്ന് വിമർശിക്കണമെന്നൊരാഗ്രഹം. ശരിയെന്ന് അവരത് വിമർശിച്ചു. ഉരുളയ്ക്കുപ്പേരി പോലെ തിരിച്ചവർക്ക് മറുപടിയും കിട്ടി. അവർക്ക് തിരിച്ചടി കിട്ടി. ഇപ്പോ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന തിരക്കിലാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ. ഞാൻ ആരെയും തെറിയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നെ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് ഒരു 10 വട്ടം വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും തിരിച്ചു വിളിക്കണ്ടേ? അത്രേ ചെയ്യാറുള്ളൂ. എൻ്റെ പണി നോക്കലാണ് ഇവിടെ കുറേ എണ്ണത്തിൻ്റെ ജോലി. ഇവർക്കൊക്കെ പണിയുണ്ടെങ്കിൽ ഇവർ പോയി ആ പണി അങ്ങ് ചെയ്താൽ പോരെ. എൻ്റെ പണി ഇവർ നോക്കേണ്ട കാര്യമുണ്ടോ? കുറേ കാക്കമാരും തത്തന്മാരും കയറി വന്നിട്ടുണ്ട് തെറി വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഷെഫീഖിൻ്റെ ഉമ്മ റെഡിയാണ്. നമ്മളെന്ത് ചെയ്യാൻ? വാപ്പാക്കറിയാടാ. ഇതാണിവർ വായിക്കുന്ന പുസ്തകം. ഇതാണിവരുടെ ബ്രെയിനിൽ ഫോം ചെയ്തിരിക്കുന്ന ആശയം. ഇവർക്ക് പിന്നെ ഒരു പെണ്ണിനെ കണ്ടാൽ ലൈംഗികപരമായിട്ടല്ലാതെ ചിന്തിക്കാൻ പറ്റുമോ? നന്ദി. നമുക്കിനി നാളെ കാണാം. ഗുഡ് നൈറ്റ്. ശുഭരാത്രി.